മോളെ, നീ എന്തെടുക്കുക? നീ ഇങ്ങോട്ടൊന്ന് വന്നേ, ഈ പത്രം ഒന്ന് വായിച്ചു സഹായിച്ചേ. അയ്യോ അപ്പച്ച, ഇത് മലയാളമല്ലേ, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് ഞങ്ങൾ പഠിക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ ആയിരുന്ന ചെറുമക്കൾ അവധിക്കെത്തിയതാണ്. അപ്പം മോളെ, ഞാൻ എഴുതിയ കത്തുകളൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പച്ച, അതൊക്കെ അമ്മയാ വായിച്ചു കേൾപ്പിക്കുന്നത്. അയാൾക്ക് തെല്ലാശ്വാസമായി. മക്കളും ചെറുമക്കളും നാടും ഭാഷയും വേഷവും എല്ലാം നാട് കടന്നിരിക്കുന്നു. തൻ്റെ വ്യാകുലങ്ങൾക്ക് പരിഹാരമില്ലെങ്കിലും ഞാൻ പറയുന്നതെങ്കിലും അവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്നതിൽ അയാൾ ആശ്വസിച്ചു. മോളെ, നിങ്ങൾ ബൈബിൾ വായിക്കാറുണ്ടോ? ഉണ്ടപ്പച്ച, പക്ഷേ എൻ്റേത് ഇംഗ്ലീഷ് ബൈബിളാണ്. അത് സാരമില്ല, നീ വായിക്കുന്നുണ്ടല്ലോ, അത് മതി. നിന്റെ അമ്മയെ ഞാൻ അങ്ങനെയാ വളർത്തിയത്. ദൈവവചനം മറക്കാതെ മുറുകെ പിടിച്ചോണം കേട്ടോ. അപ്പച്ച, അപ്പച്ചന് ഓർമ്മയുണ്ടോ അമ്മയ്ക്ക് എഴുതിയ ഒരു കത്ത്? എന്നെ ചുമക്കുന്നവനെ ഞാനും ചുമക്കും എന്ന് ദൈവം ഒപ്പ്. ഇത് നിങ്ങൾക്കറിയാമോ? നാട്ടിൽ നിന്ന് അമ്മ അപ്പയോടൊപ്പം പോയി കഴിഞ്ഞുള്ള അപ്പച്ചൻ്റെ ആദ്യത്തെ കത്തായിരുന്നില്ലേ അത്? ചെറുമകൾ അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞങ്ങൾ എന്നും ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. ചിലപ്പോഴൊക്കെ അപ്പച്ചൻ്റെ എഴുത്തിൻ്റെ കഥയും അമ്മ പറയും. നമുക്ക് ദിനപത്രങ്ങൾ വായിക്കാം, ദൈവവചനത്തെ ധ്യാനിക്കാം. ദൈവവചനത്തെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്നതിന് നമ്മുടെ നോമ്പുകൾ അവസരമാവട്ടെ. ഇരുട്ടിൽ വെളിച്ചമില്ലാത്തവൻ്റെ അവസ്ഥയാണ് ഹൃദയത്തിൽ ദൈവവചനം ഇല്ലാത്തവൻ്റെ അവസ്ഥ. രണ്ടുപേരും പ്രതിസന്ധികളിൽ തളർന്നു പോകും.